പ്രൈസ് ദി ലോർഡ്. ദൈവവചനം ധ്യാനിക്കുവാൻ നമ്മുടെ മനസ്സുകളെ നമുക്ക് ഏകാഗ്രമാക്കാം. നമ്മളെല്ലാവരും ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നവരാ. ഒരു പ്രശ്നം കഴിയുമ്പോൾ ചിലപ്പോൾ വേറൊരു പ്രശ്നം വരാം. പക്ഷേ ഒരേ സമയത്ത് ചിലപ്പോൾ പല പ്രശ്നങ്ങൾ നേരിടാം. അങ്ങനെയുള്ള അവസ്ഥേനെ ക്രൈസിസ് എന്നാണ് പറയുന്നത്. അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ടൈം ഓഫ് ഇൻറ്റൻസ് ഡിഫിക്കൽറ്റി. ഒത്തിരി പ്രശ്നങ്ങൾ ഒരുമിച്ച് വന്നിട്ട് അത് തരണം ചെയ്യാൻ പറ്റുമോ എന്ന് വിചാരിച്ച് നമ്മൾ വല്ലാതായി പോകുന്ന സമയത്തെയാണ് ക്രൈസിസ് എന്ന് പറയുന്നത്. ഇന്നത്തെ നമ്മുടെ വേദപുസ്തകത്തിൽ നിന്നുള്ള ചിന്തയ്ക്കായിട്ട് നമ്മൾ അതുപോലത്തെ ഒരു ഭാഗമാണ് എടുത്തിരിക്കുന്നത്. ദൈവഭക്തനായ ദാവീദ്, നമുക്കെല്ലാവർക്കും അറിയാം ദാവീദ് രാജാവ്. അദ്ദേഹം രാജാവാകുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹം പല പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു ക്രൈസിസോ ഒത്തിരി പ്രശ്നങ്ങൾ ഒരേ സമയത്ത് അനുഭവിക്കുന്ന ഒരു സന്ദർഭം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായി. അതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നമുക്കറിയാമല്ലോ, ദാവീദ് എന്ന് പറയുന്ന ആ വ്യക്തി വേദപുസ്തകത്തിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം എന്ന് പറയുന്ന ഒരു അസാധാരണ ആട്ടിടയനായിട്ടായിരുന്നു. ഇശായിയുടെ മക്കളിൽ ഇളയവനായിട്ട് ആരും അധികം ശ്രദ്ധിക്കാത്ത ഒരു പയ്യനായിരുന്നു. പക്ഷേ ശമൂവേൽ പ്രവാചകനെ അയച്ച് ദൈവം ദാവീദിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. പക്ഷേ രാജാവായി അഭിഷേക തൈലം വീണ ഉടനെ അദ്ദേഹം രാജാവായില്ല. അതിനുശേഷം അദ്ദേഹം ഒരു ഫെലിസ്ത്യ മല്ലനായ ഗോലിയാത്തിനെ കൊല്ലുകയും ഇസ്രയേലിൽ ഒരു ഹീറോ ആയിട്ട് മാറുകയും ചെയ്തു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു വലിയ പ്രശ്നമായിരുന്നു, ശൗൽ രാജാവ് അതോടുകൂടി ആളുകളെല്ലാം ദാവീദിനെ കൂടുതൽ ശ്രദ്ധിക്കുന്നു എന്നുള്ള അതിൻ്റെ ഒരു അസൂയ കയറിയിട്ട് ആളുകൾ അന്ന് പാടി ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000. ഈ ഒരു ഗാനം ശൗലിന് വലിയ പ്രശ്നമായി. ശൗൽ അന്നു മുതൽ ദാവീദിനെ കൊല്ലുവാനായിട്ട് തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ശൗൽ രാജാവിൻ്റെ രാജ്യത്തെ രക്ഷിക്കുവാനാണ് ദാവീദ് ശ്രമിച്ചതെങ്കിലും ശൗലിൻ്റെ ശത്രുവായിട്ട് മാറുകയാണ് ദാവീദ്. അന്നു മുതൽ പല പ്രാവശ്യം കൊല്ലാനായിട്ട് ശ്രമിച്ചപ്പോൾ ദാവീദ് ഈ അഭിഷേകം, രാജാവാകാനുള്ള അഭിഷേകം വീണിട്ടുള്ള വ്യക്തിയായിരുന്നു. പക്ഷെ അന്നു മുതൽ ഒരു ഫ്യൂജിറ്റീവായിട്ട്, അതായത് ഒരു രാഷ്ട്രത്തിൽ ഒളിവിൽ കഴിയേണ്ട ഒരു അവസ്ഥയിൽ വരികയാണ്. അതായത് രാജാവ് കൊല്ലുമോ എന്ന് പേടിച്ചിട്ട് അദ്ദേഹത്തിന് പിന്നെ നമ്മൾ നോക്കുക, രാജാവാകാൻ അഭിഷേകം വീണു, കൊട്ടാരത്തിലായിരുന്നു താമസിക്കേണ്ടത്. പക്ഷെ അന്നു മുതൽ ദാവീദ് താമസിക്കുന്ന എവിടെയാണെന്നറിയാവോ? കാട്ടിൽ, ഗുഹകളിൽ. മാത്രമല്ല ഒരിക്കൽ ശത്രു രാജ്യമായ ഫെലിസ്ത്യരുടെ അടുക്കൽ അഭയം ചോദിച്ച് അവിടെ ഒളിച്ചു പാർക്കേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് ദാവീദിൻ്റെ. ഇന്ന് അതുപോലൊരു സന്ദർഭത്തിൽ, അതായത് ദാവീദിന് ശൗൽ രാജാവിനെ പേടിച്ചിട്ട് ഇസ്രായേലിൻ്റെ അകത്ത് താമസിക്കാൻ പറ്റാത്ത അവസ്ഥ, എപ്പോൾ വേണേലും കൊല്ലപ്പെടാം. ഇത് ഒരു ദിവസത്തെയോ 2 ദിവസത്തെ സംഭവമല്ല. നമ്മൾ മനസ്സിലാക്കുക, അദ്ദേഹത്തെ അഭിഷേകം ചെയ്തിട്ട് ഏകദേശം 10 വർഷമായിട്ട് ഈ മനുഷ്യൻ ഒളിവിൽ താമസിക്കുകയാണ്. കൊല്ലപ്പെടുമോ എന്നുള്ള ഭയം കാരണം ഓടി അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം അദ്ദേഹം രാജാവാകാനുള്ള ഒരു അടുത്ത സന്ദർഭം എത്തിയപ്പോഴാണ് ഈ ഒരു പ്രശ്നത്തിൽ വരുന്നത്. ഓക്കെ, നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് ദാവീദ് സിക്ലാഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് താമസിക്കുമ്പം ഉണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ചാണ്. ഇത് പറയുന്നത് 1 സാമുവേൽ ചാപ്റ്റർ 30, 1 ശമൂവേലിൻ്റെ പുസ്തകം 30-ാം അധ്യായത്തിലാണ്. വേദപുസ്തകമുള്ളവർക്ക് അതെടുക്കാം, അല്ലാത്തവർക്ക് ഇവിടെ ഇത് നോക്കാനായിട്ട് സാധിക്കും. ഈ സമയത്ത് സിക്ലാഗിൽ ഇദ്ദേഹം താമസിക്കുവാൻ കാരണം എന്താണെന്നറിയാമോ? ദാവീദ് അയൽ രാജ്യമായ ഫെലിസ്ത്യ രാജാവ് ആഖിഷിനോട്, സ്റ്റോറി മുഴുവൻ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കം വാചകങ്ങളിൽ പറയാം, താല്പര്യമുള്ളവർ 1 ശമൂവേൽ വായിച്ചു നോക്കുക. രാജാവിനോട് വന്നിട്ട് അഭയം ചോദിച്ച്, പക്ഷെ രാജാവ് എന്ത് ചെയ്തെന്നറിയാമോ? ദാവീദിനെ കുറിച്ചറിയാം, ഫെലിസ്ത്യ രാജാവല്ലേ, പണ്ട് ഞങ്ങളുടെ മല്ലനായ ഗോലിയാത്തിനെ കൊന്നിട്ടുള്ള ദാവീദാണ്. ഈ ദാവീദിന് അഭയം കൊടുക്കാമെന്ന് വിചാരിച്ച് രാജാവ് എന്ത് ചെയ്തെന്നറിയാമോ? ഒരു പട്ടണം, സിക്ലാഗ് എന്ന് പറഞ്ഞ പട്ടണം, അത് ഫെലിസ്ത്യരുടെ സ്ഥലത്തെയാണ്, അത് ദാവീദിന് കൊടുക്കുകയാണ് അവിടെ താമസിക്കാൻ. ദാവീദിൻ്റെ കൂടെ ആ സമയത്തുണ്ടല്ലോ ഒരു 600 ആണുങ്ങളും ഉണ്ട്, 600 men.
സോൾജേഴ്സ് പോലെ. ഇവരാരാണെന്നറിയാമോ? ശൗൽ രാജാവിൻ്റെ ഭരണത്തെ ഇസ്രായേലിൽ ഇഷ്ടപ്പെടാതെ ദാവീദിനെ ഹൃദയം കൊണ്ട് രാജാവായിട്ട് അംഗീകരിച്ച് ദാവീദിൻ്റെ കൂടെ ചേർന്നവരാ. ദാവീദ് എന്തെങ്കിലും രാജാവാകും, ഞങ്ങൾക്ക് രാജ്യത്തിന് രക്ഷയുണ്ടാകുമെന്ന് വിചാരിച്ച് ദാവീദിൻ്റെ കൂടെ ഒരു 600 മനുഷ്യരും ഉണ്ട്, ഇവരുടെ കുടുംബങ്ങളുമുണ്ട്. ഓക്കെ, അപ്പം സിക്ലാഗിൽ ആരൊക്കെയാണ് താമസിക്കുന്നത് അറിയാമോ? ദാവീദുണ്ട്, 600 മനുഷ്യരുണ്ട്. അവരുടെ പട്ടാളക്കാർ പോലെയാണ് ഈ 600 പേരെന്ന് പറയുന്നത്. അവരുടെ ഭാര്യമാരെ കുടുംബങ്ങളും എല്ലാം ഉണ്ട്. എന്നാൽ ഒരിക്കലും ഫെലിസ്തീർക്ക് ഇസ്രായേലിനെതിരെ യുദ്ധം വന്നു. അപ്പം ഈ ആക്കിഷ് രാജാവ് ഉണ്ടല്ലോ, ഫെലിസ്തീൻ രാജാവ് പറഞ്ഞു ദാവീദിനോട്, പുള്ളി എന്താ വിചാരിച്ചെന്ന് വെച്ചാൽ ഒരു പാരലൽ പട്ടാളം പോലെ ദാവീദിനെ വെച്ചേക്കോ ഫെലിസ്തീരുടെ ഇടയിൽ. അപ്പം ദാവീദിനോട് പറഞ്ഞു ഞങ്ങളെ സഹായിക്കാൻ വരാൻ പറഞ്ഞു പട്ടാളക്കാരുമായിട്ട്. പക്ഷേ ഫെലിസ്തീൻ ലീഡേഴ്സ് തന്നെ അത് സമ്മതിക്കാഞ്ഞത് കൊണ്ട് ദാവീദിന് ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. 3 ദിവസം അവർക്ക് മാറി താമസിക്കേണ്ടി വന്നു. ഞാനിതൊരു ഇൻട്രൊഡക്ഷനായിട്ട് ഇത്രയും ഭാഗം പറഞ്ഞാണ്. ഇനിയാണ് നമ്മൾ ഈ 1 സാമുവേൽ ചാപ്റ്റർ 30 വരുന്നത്. ഈ 3 ദിവസമുണ്ടല്ലോ, ദാവീദും തൻ്റെ 600 മനുഷ്യരും കൂടെ, ആ ആൾക്കാർ ദാവീദിൻ്റെ കൂടെയുള്ള പട്ടാളക്കാരും ഫെലിസ്തീരുടെ കൂടെ യുദ്ധം ചെയ്യാൻ പോയെങ്കിലും അവർക്ക് തിരിച്ചു വരേണ്ടി വന്നു. 3 ദിവസം കഴിഞ്ഞിട്ട് ഇവർ താമസിച്ചിരുന്ന, അതായത് ഒരു അഭയാർത്ഥി പോലെ വന്നിട്ട് കിട്ടിയ പട്ടണമാണ്. അവിടെ ഇപ്പം ദാവീദിൻ്റെ കൈവശമാണ് ഇരിക്കുന്നത്. പക്ഷെ ഇവർ വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് എന്താ പറയുന്നത്, ചില്ലുകൊട്ടാരം ഉടഞ്ഞു വീഴുന്നെന്നൊക്കെ പറയുന്നത് പോലെ അവരൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ പുറത്തു പോയിട്ട് നമ്മൾ തിരിച്ചു വരുമ്പം നമ്മുടെ വീട് ഒരു ബുൾഡോസർ കൊണ്ട് ഇടിച്ചു പൊട്ടിച്ചിട്ടിച്ച് അത് തീ കത്തിച്ചിട്ടിട്ട് അതിൻ്റെ അകത്ത് ഒരു സാധനവും കാണുന്നില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അതുപോലെയായിരുന്നു അതിലും ഭീകരമായിരുന്നു ദാവീദിൻ്റെ അവസ്ഥ. ഇവർ വരുമ്പോൾ കാണുന്ന എന്താണെന്നറിയാമോ? സിക്ലാഗ് എന്ന് പറഞ്ഞ് ദാവീദും 600 ആൾക്കാരും താമസിച്ച, അവരുടെ കുടുംബങ്ങളും താമസിച്ച, ദാവീദിൻ്റെ ഭാര്യമാരുണ്ടായിരുന്നു 2 പേര്. ഈ 600 മനുഷ്യർ, അവരുടെ ഭാര്യമാരെ കുഞ്ഞുങ്ങളെല്ലാം താമസിച്ച ഈ പട്ടണം നോക്കുമ്പം തീ കത്തിക്കൊണ്ടിരിക്കുന്ന കാണുന്നത്. എന്താ സംഭവിച്ചതെന്നറിയാമോ? ഇവർ യുദ്ധത്തിന് ഹെൽപ്പ് ചെയ്യാൻ പോയ സമയം 3 ദിവസം കൊണ്ട് അമാലേക്യർ എന്ന് പറഞ്ഞ വേറൊരു ശത്രുക്കൾ വന്ന് ദാവീദിനെയും ദാവീദിൻ്റെ ഭാര്യമാരെ, ഈ 600 പേരുടെ ഭാര്യമാരെ കുഞ്ഞുങ്ങളെ ഇവരെല്ലാം പിടിച്ചോണ്ട് പോയി അവരുടെ സ്വത്ത് മുഴുവൻ കൊള്ളയടിച്ചു. എന്നിട്ട് ഈ പട്ടണം തീയിടുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊരു മാനസികാവസ്ഥയും ഷോക്കും ആയിരിക്കും. തിരിച്ചു വന്നപ്പം ഒന്നുമില്ല, അഭയാർത്ഥിയായിട്ട് വന്നു കയറിയതാണ്. കിട്ടിയ പട്ടണവും ഇപ്പം കയ്യിലില്ല, സകലതും പോയി. ഭാര്യമാർ നഷ്ടപ്പെട്ടു, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു, സ്വത്ത് നഷ്ടപ്പെട്ടു, എല്ലാം ചുട്ടരിക്കപ്പെട്ടു. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. 1 ശമൂവേൽ 30-ാം അധ്യായം 3 മുതൽ 6 വരെ ഞാൻ വായിക്കാവേ. ദാവീദും അവൻ്റെ ആളുകളും പട്ടണത്തിലേക്ക്, അതായത് സിക്ലാഗിലേക്ക് വന്നപ്പോൾ അത് തീ വെച്ച് ചുട്ടിരിക്കുന്നതും ഭാര്യമാരെയും പുത്രിപുത്രന്മാരെയും അടിമകളാക്കി കൊണ്ടുപോയിരിക്കുന്നതും കണ്ടു. അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരയുവാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞു. ജസ്രേൽക്കാരി അഹീനോവും കർമ്മേൽക്കാരൻ നാബാലിൻ്റെ ഭാര്യയായിരുന്ന അബീഗയിൽ എന്ന ദാവീദിൻ്റെ 2 ഭാര്യമാരെയും പിടിച്ചുകൊണ്ടുപോയിരുന്നു. ദാവീദ് വലിയ കഷ്ടത്തിലായി. ജനത്തിൽ ഓരോരുത്തൻ്റെ ഹൃദയം താന്താൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദാവീദും ഈ 600 ആൾക്കാരും തിരിച്ചു വരുമ്പോൾ കാണുന്നത് എന്താ? സിക്ലാഗ് കത്തി നശിച്ചിരിക്കുന്നു, അവരുടെ സ്വത്തുവക ഒന്നുമില്ല, അവരുടെ ഭാര്യമാരില്ല, കുഞ്ഞുങ്ങളില്ല. ഇവിടെ നമ്മൾ വായിച്ചു ദാവീദ് വലിയ കഷ്ടത്തിലായി. നമ്മൾ മനസ്സിലാക്കുക, പല സന്ദർഭങ്ങളിൽ ദാവീദ് കഷ്ടത്തിലായിട്ടുണ്ടായിരുന്നു, പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെയാണ് എടുത്തു പറയുന്നത് ദാവീദ് വലിയ കഷ്ടത്തിലായി എന്ന്. അതായത് ദാവീദിൻ്റെ ജീവിതത്തിലെ വൺ ഓഫ് ദി വേഴ്സ്റ്റ് ഡേയ്സ് ഇൻ ഹിസ് ലൈഫ് എന്ന് പറയാം. ജീവിതത്തിലെ ഏറ്റവും മോശമായിട്ടുണ്ടായ ഒരു ദിവസമായിരുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ഇതാണ്: ഹൗ ഡിഡ് ഹി ഫേസ് ദാറ്റ് ഡേ? ആ ഏറ്റവും മോശമായ ദിവസത്തെ ദാവീദ് എങ്ങനെയാണ് നേരിട്ടതെന്ന്. എൻ്റെ മെസ്സേജിൻ്റെ ടൈറ്റിൽ ഇതാണ്, സിക്ലാഗ് മൊമെൻറ്റ്സ്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകാം, മാത്രമല്ല ക്രൈസിസ് ഉണ്ടാകാം, പല പ്രശ്നങ്ങൾ ഒരുമിച്ച് വരുന്ന അവസ്ഥ. ആൻഡ് ഫൈൻഡിങ് ഗോഡ്സ് സ്ട്രെങ്ത് ഇൻ അവർ ലോവസ്റ്റ് പോയിന്റ്.
നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും താണ അവസ്ഥയിൽ എങ്ങനെ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് അനുഭവിക്കാമെന്ന് നമുക്കിന്ന് ചിന്തിക്കാം. അത് ദാവീദിൻ്റെ എക്സാമ്പിളിലൂടെ പഠിക്കാം. ഇനി നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞായിരുന്നു, ഇതൊരു വെറുതെ കഷ്ടമല്ലായിരുന്നു. നമ്മളിവിടെ മലയാളത്തിൽ വായിച്ചു വലിയ കഷ്ടം. ഇറ്റ് വാസ് എ ക്രൈസിസ്, അല്ലേ? അതായത് പല പ്രശ്നങ്ങളും ഒരുമിച്ച് നേരിടുകയാണ്. നമുക്കൊന്ന് വെറുതെ ചിന്തിച്ചു നോക്കാം, അനലൈസ് ചെയ്ത് നോക്കാം. ദാവീദ് എന്തൊക്കെ കഷ്ടങ്ങളാണ് ആ ഒരൊറ്റ ദിവസം നേരിട്ടതെന്ന്. ഒന്നാമത്തേത്, അതൊരു പൊളിറ്റിക്കൽ ക്രൈസിസാണ്. ദാവീദിനെ വിശ്വസിച്ച് 600 പേര് രാജാവായി അംഗീകരിച്ചാണ് ആ സിക്ലാഗിൽ മനസ്സുകൊണ്ട്. ഓക്കെ, ഒഫീഷ്യലി രാജാവായിട്ടില്ലെങ്കിലും ദാവീദാണ് അവരുടെ ലീഡർ. അവർ വിശ്വസിച്ച് അവർ കൂടെ വന്നവരാണ് 600 പേര്. ഓക്കെ, അവരുടെ മക്കള് ഭാര്യമാരെല്ലാം ഉണ്ട്. ഒന്ന് നോക്കിക്കേ, ആ രാജ്യം ഇങ്ങനെ ആ പട്ടണം ഇങ്ങനെ നശിപ്പിക്കപ്പെട്ടപ്പം ആദ്യം അതിൻ്റെ കുറ്റം വരുന്നത് ആ നേതാവിനല്ലേ. അപ്പോൾ അതൊരു ദാവീദിനെ സംബന്ധിച്ചൊരു പൊളിറ്റിക്കൽ ക്രൈസിസാണ്. മാത്രമല്ല, ദാവീദിനെ ഫെലിസ്ത്യ രാജാവായ ആക്കിഷ് വിശ്വസിച്ച് ഏൽപ്പിച്ച പട്ടണമാണ് സിക്ലാഗ്. അത് ദാവീദിൻ്റെ കയ്യിൽ നിന്ന് ഇപ്പം നഷ്ടപ്പെട്ടിരിക്കുക. ഒരു സമയത്ത് നോക്കി, ആദ്യം ഒരു പൊളിറ്റിക്കൽ ക്രൈസിസ് ആണ്, ദാവീദ് രാഷ്ട്രീയമായിട്ടുള്ളൊരു പ്രശ്നം നേരിടുകയാണ്. രണ്ടാമത് നോക്കിയത് ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ്. ദാവീദ് ഓൾറെഡി ഒരു ഫ്യൂജിറ്റീവാണ്, ഒളിച്ചു പാർക്കുന്നയാളാണ്. അയാളുടെ കയ്യിൽ കുറച്ച് ഒക്കെ ഉള്ളൂ സ്വത്തെന്നൊക്കെ പറയാൻ. പക്ഷെ അത് മുഴുവനായിട്ട് നഷ്ടപ്പെട്ട ഒരവസ്ഥ. നമുക്കറിയാം, നമുക്ക് കുറച്ച് പൈസ നഷ്ടപ്പെട്ടാൽ തന്നെ നമുക്ക് എന്തോരം പ്രയാസങ്ങളുണ്ടാവും എന്നല്ലേ. പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് മുഴുവനായിട്ടും സ്വത്ത് നഷ്ടപ്പെട്ടു പോയൊരവസ്ഥ ദാവീദ് ഫേസ് ചെയ്യുക, ഫിനാൻഷ്യൽ ക്രൈസിസ് ഫേസ് ചെയ്യുകയാണ്. മൂന്നാമത് നോക്കിയ ഒരു സോഷ്യൽ ക്രൈസിസ് ഉണ്ട് അതിൽ. അതായത് ദാവീദിൻ്റെ ചുറ്റും ഒരു സമൂഹമുണ്ട്, ഈ 600 പേര് ദാവീദിനെ വിശ്വസിച്ച് വന്നവർ. ഓക്കെ, ആ 600 പേരുടെയും കുടുംബം നഷ്ടപ്പെട്ടിരിക്കുക. അവരുടെ ഭാര്യമാരെ, പ്രാചീന കാലമാണെന്ന് ഓർക്കണം, യുദ്ധം കഴിയുമ്പോൾ ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും പിടിച്ചുകൊണ്ട് പോയിരിക്കുക. അത്ര 600 പേർക്കും കുടുംബം നഷ്ടപ്പെട്ടേക്കുക. അതൊരു വലിയ സോഷ്യൽ ക്രൈസിസ് ആണ് ദാവീദ് ഫേസ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ദാവീദ് ഒരു സോഷ്യൽ ക്രൈസിസ് ഫേസ് ചെയ്യുമ്പോൾ സമൂഹത്തിൻ്റെ പ്രശ്നം ഉള്ളപ്പോൾ തന്നെ ദാവീദിനെ സംബന്ധിച്ച് അതൊരു പേഴ്സണൽ ക്രൈസിസും കൂടെയായിരുന്നു. തൻ്റെ ജീവിതത്തിൽ താൻ വേദന അനുഭവിക്കുക. എന്ന് വെച്ചാൽ ദാവീദിൻ്റെ 2 ഭാര്യമാർ ആ സമയത്തുണ്ടായിരുന്ന, അഹിനാവും മറ്റേ നബാലിൻ്റെ ഭാര്യയും 2 ഭാര്യമാർ ഇവർ പിടിച്ചുകൊണ്ട് പോയിരിക്കുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ദാവീദിനെ സംബന്ധിച്ചൊരു വലിയ പേഴ്സണൽ ലോസ് ആണ് അതല്ലേ, തൻ്റെ ഭാര്യമാർ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ. ഇനിയും ഇതൊരു ഇമോഷണൽ ക്രൈസിസ് ആണ്. സ്വന്തം ഭവനത്തിലുള്ളവരെ മുഴുവനായിട്ട് നഷ്ടപ്പെടുക. ഒരാൾ നഷ്ടപ്പെടുമ്പോൾ തന്നെ നമുക്ക് ആ വേദന അറിയാം. 600 പേർക്ക് അവരുടെ കുടുംബം നഷ്ടപ്പെടുകയാണ്, ദാവീദിനും നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ടാണ് 4-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്, അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരയുവാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞു. ദാവീദ് പല സന്ദർഭങ്ങളിൽ കരഞ്ഞത് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ടെങ്കിലും കരയുവാൻ ബലമില്ലാതാകുവോളം, അതായത് കരഞ്ഞ് അവർക്ക് ഇനി കരയാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ഉറക്കെ അവർ നിലവിളിച്ചു എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടേ, സാധാരണ നമ്മൾ പറയും പെണ്ണുങ്ങളാണ് കൂടുതൽ കരയുന്നത്. പക്ഷേ ഇവിടെ നോക്കി, ഇവിടെ റഫ് ആൻഡ് ടഫ് പടയാളികളായിട്ട് പോകുന്ന മനുഷ്യരാണ് ഈ കരയാൻ ബലമില്ലാതാവോളം കരഞ്ഞു. സോ അവരനുഭവിച്ച ഇമോഷണൽ പെയിൻ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇനിയും അത് മാത്രമല്ല, ദാവീദ് ഒരു ലീഡർഷിപ്പ് ക്രൈസിസും കൂടെ ഫേസ് ചെയ്യുകയാണ്. എന്താണെന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 30:6 ഇങ്ങനെയാണ് പറയുന്നത്, ജനത്തിൽ ഓരോരുത്തൻ്റെ ഹൃദയം താൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കുക കൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. ഈ 600 പേർക്ക് അവരുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പം അവരുടെ ഇടയിൽ വലിയ ഡിസ്കഷൻ ഉണ്ടായി. ഈ ദാവീദിനെ വിശ്വസിച്ച് വന്നതാ, ഇനി ദാവീദ് നമുക്ക് ലീഡർ വേണ്ട, ദാവീദിനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല, ഈ സമയത്ത് അവനെ കല്ലെറിഞ്ഞു കൊല്ലാൻ പറഞ്ഞ് അവരുടെ ഇടയിൽ വലിയ ഇതായി. അതാണ് പറഞ്ഞത്, ദാവീദ് വലിയ കഷ്ടത്തിലായി. ഞാൻ പറഞ്ഞു, നമുക്ക് ചിലപ്പോൾ ഒരു രോഗം ഒരു സമയത്ത് വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാകാറുണ്ട്, സാമ്പത്തിക പ്രശ്നം വന്നാൽ അതൊരു പ്രശ്നമാകാറുണ്ട്, ജീവിതത്തിൽ ആരെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ അതൊരു പ്രശ്നമാകാറുണ്ട്. പക്ഷെ പ്രശ്നങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് വരുന്നൊരു സന്ദർഭമായാലോ അതാണ് ക്രൈസിസ്. ആ ക്രൈസിസിനെ ദാവീദ് എങ്ങനെ നേരിടും? അതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. നമുക്ക് ഈ ഭാഗത്തിൽ നിന്ന് തന്നെ ചിന്തിച്ച് നോക്കാം. ഒരു പക്ഷേ നമ്മൾ ചിലപ്പം ഒരു പ്രശ്നമായിരിക്കും, നമ്മൾ
നമ്മുടെ ജീവിതത്തിൽ നേടപ്പെടുന്നത്? ചിലപ്പം ഈ ദാവീദിന് സംഭവിച്ചതുപോലെ ചില ക്രൈസിസിൻ്റെ അനുഭവത്തിൽ കൂടെ. എല്ലാവരും ഒന്നും പോകണമെന്നില്ല കേട്ടോ, പക്ഷെ ചിലരെങ്കിലും എൻ്റെ ദൈവമേ ഈ പ്രശ്നങ്ങളെ എല്ലാം കൂടെ ഞാൻ എങ്ങനെ നേരിടുമെന്നുള്ളൊരു ക്വസ്റ്റ്യനുമായിട്ട് ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ദൈവാത്മാവ് ഈ പോർഷനിൽ കൂടെ നിങ്ങളോട് സംസാരിക്കട്ടെ, എന്നോട് സംസാരിക്കുന്ന ഭാഗം നിങ്ങളോട് സംസാരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, നമ്മൾ ചാപ്റ്റർ 30 വേഴ്സ് 6 ഇങ്ങനെയാണ് വായിച്ചത്, ദാവീദ് വലിയ കഷ്ടത്തിലായി അല്ലേ. ഇനി നമ്മൾ ദാവീദിനെ കുറിച്ച് ഒരു കാര്യം മനസ്സിലാക്കണ്ടേ. ദാവീദ് എന്ന് പറയുന്നത് ഒരു സാധാരണ മനുഷ്യനായിരുന്നു എന്നാണ് നമ്മുടെയൊക്കെ മനസ്സിൽ. പക്ഷെ ഒരു ഇടയനായിരുന്ന സമയത്ത് ദാവീദ് ചെയ്ത ചില കാര്യങ്ങൾ ശൗൽ രാജാവിനോട് ദാവീദ് ഒരിക്കൽ പറഞ്ഞായിരുന്നു. എന്തായിരുന്നെന്നറിയാമോ? താൻ ഇങ്ങനെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പം തൻ്റെ ഒരാടിനെ സിംഹം പിടിച്ചു. സിംഹം പിടിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് ദാവീദ് പുറകെ ചെന്ന് അതിനെ അടിച്ചിട്ട് സിംഹത്തിൻ്റെ വായിൽ നിന്ന് ആ ആടിനെ വലിച്ചെടുത്തിട്ട്, ആ സമയത്ത് സിംഹം തന്നെ ആക്രമിക്കാൻ വന്നപ്പം അതിനെ താടിക്ക് പിടിച്ച് അടിച്ചു കൊന്നു എന്നാണ് പറയുന്നത്. സോ നമ്മൾ ദാവീദിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒരു ശക്തിയില്ലാത്തൊരു സാധാരണ പയ്യനൊന്നുമല്ല. ഒരിക്കലും ഒരു സിംഹത്തെയും ഒരു കരടിയെയും അടിച്ചു കൊന്നെന്നാണ് പറയുന്നത്. മാത്രമല്ല, ഇസ്രായേൽ മുഴുവൻ പേടിച്ച ഫെലിസ്തീമേലനായ ഗോലിയാത്തിനെ തൻ്റെ കവണയിലെ കല്ലുകൊണ്ട് എറിഞ്ഞു വീഴ്ത്തിയാണ്. സോ സ്കിൽഫുൾ ആയിട്ടുള്ള മനുഷ്യനാണ്. പക്ഷെ ഈ മനുഷ്യനാണിപ്പോൾ വലിയ കഷ്ടത്തിലായിരിക്കുന്നത്. നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ഞാൻ ചിന്തിക്കുമ്പോഴത്തേക്ക് ഞാൻ കണ്ട ഒരു കാര്യമുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചില ലെസൺസ് നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലത്തെ ക്രൈസിസ് വരുമ്പോഴത്തേക്ക് എങ്ങനെ ഇതിനെയൊക്കെ നേരിടാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ പതറിപ്പോകും, വിഷമിച്ചു പോകും, എങ്ങനെ മുമ്പോട്ട് പോകും, ഇതുകൊണ്ടെല്ലാം തീർന്നു എന്നല്ലേ. ദാവീദിൻ്റെ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓൾറെഡി ഒരു ഒളിവിൽ കഴിയുന്ന മനുഷ്യൻ, 600 പേര് വിശ്വസിച്ച് വന്നവർ ഇപ്പം കല്ലെറിയാനായിട്ട് തുടങ്ങുന്നു. എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ പഠിക്കാം. ഇപ്പം ജനം എല്ലാം എതിരാ. 30-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിച്ചത്, ജനത്തിൽ ഓരോരുത്തൻ്റെ ഹൃദയം താന്താൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. ആരാ ഈ ജനം? 600 പേര്. ആരെതിർത്താലും ഞങ്ങൾ ഈ ദാവീദിൻ്റെ കൂടെ നിന്നോളാമെന്ന് പറഞ്ഞ് അങ്ങനെ വന്ന പടയാളികളായി 600 പേരെന്ന് പറയുന്നത് അല്ലേ. അവരങ്ങനെ നിന്നവരായിരുന്നു. പക്ഷേ അവരുടെ ആ സമയത്ത് അവർക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അവരുടെ മക്കളെ നഷ്ടപ്പെട്ടിരിക്കുന്നു, ഭാര്യമാരെ നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷെ അപ്പം ആ സമയത്ത് അവർക്ക് പെട്ടെന്ന് അവരുടെ മനസ്സിനൊരു തിരിവ് വരികയാണ്. ഇവർ നേരെ ദാവീദിനെതിരായിട്ട് തിരിഞ്ഞിട്ട് കല്ലെറിയണമെന്ന് പറയുകയാണ്. ദാവീദിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ഒന്നാമത്തെ പാഠം ഇതാണ് ഈ ക്രൈസിസ് മാനേജ്മെൻറ്റിൽ. ഒന്നാമത്തേത്, ഡേവിഡ് ഡിസ്പ്ലേഡ് mature response as a leader. ഡേവിഡ് ഡിസ്പ്ലേഡ് mature response as a leader. ഒരു നേതാവ്, ഒരു ലീഡർ എന്ന നിലയിൽ ഒരു മെച്യൂർ ആയിട്ടുള്ള റെസ്പോൺസ് ദാവീദിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പം നമ്മൾ തിരിച്ചു പറയേണ്ടി വരും, ഈ ആളുകൾ കാണിച്ചത് എന്തായിരുന്നു? വളരെ ഇമ്മച്യൂർ ആയിട്ടുള്ള ഒരു റെസ്പോൺസ്. നമ്മൾ ആ ആളുകൾ 600 പേരെ കുറ്റം പറയുമെങ്കിലും ചിലപ്പോഴൊക്കെ ഇതുപോലെ നമ്മൾ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. അതായത് അവരൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പ്രതിസന്ധി അവരുടെ മുമ്പിൽ വന്നത്. ആ സമയത്ത് അവർക്ക് വേണ്ട രീതിയിൽ അതിനെ പ്രതികരിക്കാൻ പറ്റിയില്ല. ഇങ്ങനെ പ്രതികരിച്ച്, അതായത് ആക്ച്വലി ആരാണ് അവരോട് ദ്രോഹം ചെയ്തത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഈ 600 പടയാളികളോടും ദാവീദിനോടും അത് ചുട്ടെരിച്ചതും അവരുടെ ആൾക്കാരെ തട്ടിക്കൊണ്ടുപോയതും അമാലേക്യരാ. അവരോടാണ് ദേഷ്യം തോന്നേണ്ടത്. പക്ഷേ ഇപ്പം ഈ ആളുകൾക്ക് മുഴുവൻ ആരോടാ ദേഷ്യം? ദാവീദിനോട്. ചിലപ്പോഴൊക്കെ നമുക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ് ക്രൈസിസിൻ്റെ സമയത്ത്. അതിന് പറയുന്ന ഒരു പേരുണ്ട്, ഓക്കെ, റീഡയറക്റ്റിംഗ് ഫ്രസ്ട്രേഷൻ എന്ന് പറയും. റീഡയറക്റ്റിംഗ് ഫ്രസ്ട്രേഷൻ, അതായത് ഞാനൊരു ഉദാഹരണത്തിൽ കൂടെ പറഞ്ഞുതരാം. ഒരു അപ്പൻ ബിസിനസ്സൊക്കെ ചെയ്തു, അങ്ങനെ ഒരുവിധം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക, ഭാര്യയും കുഞ്ഞും ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. പക്ഷെ ബിസിനസ്സിൽ പെട്ടെന്നൊരു ഭയങ്കര ഒരു ലോസ് ഉണ്ടായി, ഭയങ്കര ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിളിൽ കൂടെ പോവുകയാണെങ്കിൽ ചില സമയത്ത് നമ്മൾക്കൊക്കെ പരിചയമുള്ളവരുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ആ ദേഷ്യം ഉണ്ടല്ലോ, വേറെ ആരോ ചതിച്ചു, അതിൻ്റെ ദേഷ്യം ചിലപ്പം വീട്ടിൽ ഭാര്യയോടും കുഞ്ഞിനോടും ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, ദേഷ്യം കാണിക്കേണ്ടവരോട് കാണിക്കാതെ അതിന് പറയുന്നതാണ് റീഡിറക്റ്റിംഗ് ഫ്രസ്ട്രേഷൻ. ചിലപ്പം ആ വീട്ടിലുള്ളവർക്ക് പോലും മനസ്സിലാവില്ല എന്തിനാണ് ഈ ദേഷ്യം കാണിക്കുന്നതെന്ന്.
ഇതുപോലെ തന്നെ ചില ഭാര്യമാർ അങ്ങനെ കാണിക്കാറുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവിനോടുള്ള ദേഷ്യം കുഞ്ഞുങ്ങളോട് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവില്ലായിരിക്കും എന്തിനാ ഞങ്ങളോട് ഇപ്പം ദേഷ്യപ്പെടുന്നത്, എന്തിനാ അടിക്കുന്നതെന്ന്. ചിലപ്പം അമ്മായിയമ്മയോടുള്ള ദേഷ്യമായിരിക്കാം, ഭർത്താവിനോടുള്ള ദേഷ്യമായിരിക്കാം, ഓഫീസിൽ ചില പ്രശ്നം ഉണ്ടായതിൻ്റെ ആയിരിക്കാം. അതായത് പ്രശ്നം നടന്നിടത്തോട്ടല്ല വേറൊരു സ്ഥലത്തോട്ട് ഫ്രസ്ട്രേഷൻ കൊണ്ട് തീർക്കുക, അതിൻ്റെ ആ ദേഷ്യം തീർക്കുക. ഇതിന് സൈക്കോളജിയിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ തെറ്റായിട്ട് ചെയ്യുന്ന, നമുക്ക് ആ ഒരു ക്രൈസിസ് വരുമ്പോഴത്തേക്ക് നമ്മൾ തെറ്റായ രീതിയിൽ പ്രതികരിക്കുന്നതിൽ ഒന്നാണ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയും. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വെൻ എ പേഴ്സൺ ടേക്സ് ഔട്ട് ദെയർ ഇമോഷൻസ് ഓർ സമ്മൺ ഹൂ ഈസ് നോട്ട് ദി ആക്ച്വൽ കോസ് ഓഫ് ദെയർ പ്രോബ്ലം. അതായത് നമുക്ക് ആരാണോ പ്രശ്നം ഉണ്ടാക്കിയത്, ഈ 600 പേർക്ക് പ്രശ്നം ഉണ്ടാക്കിയത് അമാലേക്കരായിരുന്നു. പക്ഷെ ആ ദേഷ്യം ആരോട് തീർക്കുകയാണ്? ദാവീദിനോട് തീർക്കുകയാണ്. അപ്പം അടുത്തതാണ് സ്കേപ്പ് ഗോട്ടിംഗ് എന്ന് പറയും. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പോട്ടെ. സ്കേപ്പ് ഗോട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നമുണ്ടായതിൻ്റെ ബ്ലെയിം മുഴുവൻ ആക്ച്വലി ഇവരും ഈക്വലി റെസ്പോൺസിബിളാണ്. ദാവീദിൻ്റെ ഒപ്പം മനസ്സോടെയാണ് ഇവർ യുദ്ധത്തിന് പോയത്. പക്ഷേ ഇവർ സ്കേപ്പ് ഗോട്ടിംഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവർ അതിൻ്റെ ബ്ലെയിം മുഴുവൻ, ഇതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ദാവീദിൻ്റെ മേത്ത് തീർക്കുകയാണ്. അതായത് ജീവിതത്തിൽ ചില ക്രൈസിസ് വരുമ്പോഴത്തേക്ക് സ്വയം അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ മറ്റുള്ളവരുടെ മേൽ നിങ്ങൾ കാരണമാണ് എന്ന് പറയാം. സ്വയം ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല. വേറൊന്ന് ചെയ്യുന്നതാണ് ഇമോഷണൽ റിഗ്രഷൻ. ക്രൈസിസ് വരുമ്പോൾ നമ്മൾ തെറ്റായിട്ട് ഈ ആളുകൾ ചെയ്തതുപോലെ ഇമോഷണൽ റിഗ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇമോഷനെ കൺട്രോൾ ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ താഴോട്ട് പോവുക. അതായത് പ്രായപൂർത്തിയായവരാണേലും കൊച്ചു പിള്ളേരെ പോലെ വാശി കാണിക്കുക, ദേഷ്യപ്പെടുക, സാധനങ്ങൾ വലിച്ചെറിയുക, അടിക്കാനൊരുങ്ങുക, മനസ്സിലായോ? റിഗ്രഷൻ, ടാൻട്രംസ് കാണിക്കുക. അപ്പോൾ ക്രൈസിസ് വരുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ പറ്റുന്ന എന്താണെന്നറിയാവോ? കുടുംബങ്ങളിൽ, ബന്ധങ്ങളിൽ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളുണ്ടാകും. ഓക്കെ, സോ അതാണ് നമ്മൾ ആ 600 പേരിൽ കണ്ടത്. വളരെ ഇമ്മച്വർ ആയിട്ടുള്ള റെസ്പോൺസ്. ഓക്കെ, പാനിക് റിയാക്ഷൻസ് ഉണ്ടാകാം. പാനിക് റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഇറാഷണൽ ആയിട്ടുള്ള ഭയം ഉള്ളിൽ ഇങ്ങനെ കയറി വരിക. ദെൻ ഇമ്മച്വർ കോപ്പിംഗ് മെക്കാനിസംസ്, അതിൽ വരുന്നതാണ് ബ്ലെയിമിങ്. മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുക, മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ തോന്നുക. അതൊന്നും അല്ലായിരുന്നു അവർ ആ സമയത്ത് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ ഇത്രയും നേരം ഇമ്മച്വർ ആയിട്ടുള്ള അവരുടെ ബിഹേവിയർ കണ്ടല്ലേ. അമാലേക്കൊരു പ്രശ്നം ഉണ്ടാക്കിയതിന് ദാവീദിനെ കല്ലെറിയാൻ പോകണം, അവരുടെ ലീഡറിനെ തന്നെ കല്ലെറിയാൻ പോകണം. പക്ഷേ നമ്മൾ നോക്കുക, ദാവീദ് എന്താ ചെയ്യുന്നത്? ഓക്കെ, നിങ്ങളെല്ലാവരും എനിക്ക് എതിരായി, ഇനി നിങ്ങളെ ആരും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണോ ദാവീദ് ചെയ്യുന്നത്? പക്ഷേ ദാവീദ് വളരെ മെച്യൂറായിട്ട്, ഒരു പക്ഷേ ഇവരുടെ ആ വിഷമം കൊണ്ടായിരിക്കാം ഇങ്ങനെ പ്രവർത്തിക്കുന്ന എന്നുള്ള തിരിച്ചറിവോടുകൂടി ബിഹേവ് ചെയ്യാനായിട്ട് ദാവീദിന് സാധിച്ചത് കൊണ്ടാണ് നമ്മൾ അടുത്ത ഭാഗത്ത് കാണുന്ന വിജയത്തിലോട്ട് ദാവീദ് വരുന്നത്. ഇതിൽ നിന്ന് നമുക്കൊരു വലിയ പാഠം പഠിക്കാനുണ്ട്. ഈ ക്രൈസിസ് ഒക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, ചിലപ്പോൾ നമ്മൾ മോശമായിട്ട് പെരുമാറാതിരിക്കട്ടെ. ഓക്കെ, നമ്മൾ റീഡയറക്റ്റ് ചെയ്യരുത്. വേറെ എവിടെയെങ്കിലും തോറ്റതിന് വീട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുക, ബന്ധത്തിലുള്ളവരോട് പ്രശ്നം ഉണ്ടാക്കുക, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇനി അഥവാ ഞാൻ പറയട്ടെ, നിങ്ങളുടെ പരിചയത്തിലുള്ള, നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ മച്ചുറായിട്ട് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പഠിക്കുക. ഉദാഹരണത്തിന് ഇപ്പം ചിലപ്പം ഒരു മക്കളെ കെട്ടിച്ചു വിട്ടു, അത് കഴിഞ്ഞിട്ട് കുടുംബജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പം അപ്പനോടും അമ്മയോടും ദേഷ്യം കാണിക്കുന്നവരില്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, റീഡയറക്റ്റ് ചെയ്യുക എന്ത് കാര്യത്തിന്. അപ്പം ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അവരുടെ ഇമ്മച്വർ ആയിട്ടുള്ള റെസ്പോൺസാണ്. അങ്ങനെ നമ്മൾ ചെയ്യാതിരിക്കുക. ദാവീദിനെ പോലെ അവരുടെ പ്രയാസം കൊണ്ടായിരിക്കും അവരങ്ങനെ നമ്മളോട് ബിഹേവ് ചെയ്യുന്നത്. അത് പേഴ്സണലി ദാവീദ് എടുത്തിരുന്നെങ്കിലോ, എന്നെ ഇവരെല്ലാം കൂടെ അറ്റാക്ക് ചെയ്യും, എനിക്കിനി ഇവരെ വേണ്ടാന്ന് ചിന്തിച്ചില്ല ദാവീദ്. കുറച്ചും കൂടെ ഇവരുടെ ഇമ്മച്യൂരിറ്റി ആണെന്ന് വിചാരിച്ച് സൗമ്യതയോടുകൂടി അവരോട് പെരുമാറുകയാണ് ചെയ്തത്. നെക്സ്റ്റ് പോയിന്റ്, നമുക്ക് ദാവീദിൻ്റെ ജീവിതത്തിൽ നിന്ന് എങ്ങനെ ഒരു ക്രൈസിസിനെ ഹാൻഡിൽ ചെയ്യാവുന്ന പഠിക്കാനുള്ളതിന് സെക്കൻഡ് പോയിന്റ് ഇതാണ്. അതിനു മുമ്പ് ഞാൻ ഈ വാക്യം വായിക്കാം. 30-ാം അധ്യായം 4-ാം വാക്യം. ദാവീദും കൂടെയുള്ള ജനവും കരയുവാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞു. എൻ്റെ കൂടെ ഒന്ന് വായിച്ചേ. അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരയുവാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞു. സെക്കൻഡ് പോയിന്റ്, ഡേവിഡ് സ്കിൽഫുള്ളി മാനേജ്ഡ് ഹിസ് ഇമോഷൻസ്. ഡേവിഡ് സ്കിൽഫുള്ളി മാനേജ്ഡ് ഹിസ് ഇമോഷൻസ്. തൻ്റെ വികാരങ്ങളെ വളരെ നന്നായി ദാവീദ് മാനേജ് ചെയ്തു. ഓക്കെ,
വികാരങ്ങളെ മാനേജ് ചെയ്യുക, അത് ഇറ്റ്സ് നോട്ട് ഈസി അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി നോക്കിയേ, ദാവീദിന് ഒരു വലിയ, ഞാൻ പറഞ്ഞു, ക്രൈസിസ് ആയിരുന്നു, ഒത്തിരി കഷ്ടങ്ങൾ ഒരുമിച്ചായിരുന്നു. അവരുടെ ഒരു നാച്ചുറൽ റെസ്പോൺസ് ആയിരുന്നു. അതായത് ഞാൻ പറഞ്ഞു, സാധാരണ ആൾക്കാരല്ല, ഇവർ യുദ്ധത്തിന് പോകാൻ റെഡിയായിട്ട് നിൽക്കുന്നവരാ. ഈ 601 പേരും ദാവീദ് ഉൾപ്പെടെ അവരാണ് കരയാൻ ബലമില്ലാത്തടത്തോളം കരഞ്ഞത്. അവരെന്താ ചെയ്തത്? ദാവീദ് ഉൾപ്പെടെ കരഞ്ഞു. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, കരയുന്നത് നല്ലതാണോ? അതും ഒരു മാനേജ്മെന്റ് ടെക്നിക്കാണ്. ദൈവം നമുക്ക് എന്തിനായി കണ്ണുനീരും ടിയർ ഗ്ലാൻസും ഒക്കെ തന്നിരിക്കുന്നത്? ചിലർ ചിന്തിക്കുന്നത് നമ്മുടെ ഇമോഷൻസിനെ ഒന്നും പ്രകടിപ്പിക്കാൻ പാടില്ല, അങ്ങനെ പ്രകടിപ്പിച്ചാൽ കുറഞ്ഞു പോകുമെന്ന്. അല്ല, അങ്ങനെയല്ല കേട്ടോ. നമ്മളിവിടെ കാണുന്ന ഇത്രയും സിംഹത്തിനെയും കരടീനെയും ഒക്കെ അടിച്ചു കൊന്ന ദാവീദ് ഒന്ന് കരയുക ചെയ്യുന്നത്. നമ്മൾ എന്ന് വെച്ചാൽ എപ്പോഴും കരയാനും അല്ല, പക്ഷേ നമുക്ക് അങ്ങനെ ഒരു ഇമോഷൻ വരുന്നുണ്ടെങ്കിൽ അതിനെ ശരിക്കും ഇമോഷൻസിനെ സ്കിൽഫുൾ ആയിട്ട് മാനേജ് ചെയ്യണം. കരയേണ്ട സമയത്തൊന്ന് കരഞ്ഞാൽ ഒരു കുഴപ്പവും വരത്തില്ല. പക്ഷേ ചിലവരെന്ത് ചെയ്യാറുണ്ടെന്നറിയാമോ? ദേ ബോട്ടിൽ അപ്പ് ഇമോഷൻസ്. നമുക്കുള്ള വികാരങ്ങൾ, അയ്യോ ഞാൻ കരഞ്ഞാൽ മോശമല്ലേ, അങ്ങനെ ചെയ്യാവോ, എൻ്റെ വികാരങ്ങൾ കാണിക്കാവോ? അങ്ങനെയല്ല. ബോട്ടിൽ അപ്പ് എന്നാണ് അതിന് പറയുന്നത്. നമ്മളിങ്ങനെ സൂക്ഷിച്ചാക്കി വെച്ചാൽ എന്ത് പറ്റുമെന്നറിയാമോ? അവസാനം ഒരു ഇമോഷണൽ നംനെസ്സാണ് വരുന്നത്. ഇമോഷണൽ നംനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ മറ്റുള്ളവരുമായിട്ട് പ്രോപ്പറായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റത്തില്ല, അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ പറ്റത്തില്ല, അങ്ങനത്തെയൊക്കെ ഒരവസ്ഥയിൽ വരിക. അതുപോലെ ഇമോഷണൽ നംനെസ് വരാം. ചിലവർക്കത് തലവേദനയായിട്ട് വരാം, ചിലവർക്കത് ദേഹത്തു വേദനയായിട്ട് വരാം, ഹൈ BP ആയിട്ട് വരാം. ഇമോഷൻസിനെ ലെറ്റ് ഔട്ട് ചെയ്യേണ്ട സമയത്ത് അതിനെ പ്രോപ്പറായിട്ട് നമ്മൾ ലെറ്റ് ഔട്ട് ചെയ്യണം. ഇനി നമ്മൾ നോക്കിക്കേ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ലാസറിൻ്റെ കല്ലറയ്ക്ക് വന്നപ്പം എന്താ ചെയ്തത്? യേശു കണ്ണുനീർ വാർത്തു അല്ലേ, യേശു കരഞ്ഞു അല്ലേ. ഗത്സമന തോട്ടത്തിൽ ക്രൂശിൽ കിടന്നപ്പോൾ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യേണ്ട സ്ഥലത്ത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കി. ഇനി ഞാൻ കരയുന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഈ പോയിന്റിൽ പറഞ്ഞ എന്താ? ഡേവിഡ് സ്കിൽഫുള്ളി മാനേജ്ഡ് ഹിസ് ഇമോഷൻസ്, മാനേജ് ചെയ്തു. ഇനി കരയുക എന്ന് പറയുമ്പം ജീവിതകാലം മുഴുവൻ കരഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണോ? സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, കരയാൻ ഒരു കാലം, സന്തോഷിപ്പാൻ ഒരു കാലം. കരയേണ്ടത് നമ്മളുടെ ഇമോഷൻസ് അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് ചെയ്യണം. കരച്ചിൽ എക്സ്പ്രസ് ചെയ്തു, ഓക്കെ എന്ന് പറഞ്ഞു ഫുൾ ടൈം കരഞ്ഞെന്ന് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയല്ല. വൺസ് നമ്മളുടെ അതൊന്ന് സെറ്റിലായി കഴിയുമ്പോൾ ദാവീദ് എന്താ ചെയ്തത്? അടുത്ത സ്റ്റെപ്പിലോട്ട് കയറുകയാണ്. എവിടെ കരയണം, എവിടെ കരച്ചിൽ നിർത്തണം എന്നറിയാവുന്നതാണ് ഡേവിഡ് സ്കിൽഫുള്ളി മാനേജ് ഹിസ് ഇമോഷൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട കാര്യം ഇതാണ്. ഇമോഷൻസ് എവിടെ എക്സ്പ്രസ് ചെയ്യണം, ഇമോഷൻസ് എവിടെ നിർത്തണം എന്ന് പഠിച്ചെടുക്കുക. ഓക്കെ, ഇനി മൂന്നാമത് ദാവീദ് ചെയ്ത ഒരു കാര്യമാണ് 30-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ഒത്തിരി നേരം കരഞ്ഞു, കരയാൻ ബലമില്ലാതാകുവോളം കരഞ്ഞു. പക്ഷെ അടുത്തത് ദാവീദ് ചെയ്തത്, ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ബലപ്പെട്ടു. ഇംഗ്ലീഷിൽ അത് വളരെ മനോഹരമാണ്. ഡേവിഡ് സ്ട്രെങ്തൻ ഹിംസെൽഫ് ഇൻ ദ ലോർഡ്. ഡേവിഡ് എൻകറേജ് ഹിംസെൽഫ് ഇൻ ദ ലോർഡ്. ഡേവിഡ് എൻകറേജ്ഡ് ഹിംസെൽഫ് ഇൻ ദ ലോർഡ്. നമ്മൾ മനസ്സിലാക്കുക, ദാവീദിൻ്റെ ആ പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ദാവീദ് കരഞ്ഞു, എല്ലാം കഴിഞ്ഞു. പക്ഷെ ദാവീദ് അടുത്ത ഒരു സ്റ്റെപ്പ് ചെയ്തു. നമ്മൾ ക്രൈസിസ് മാനേജ്മെൻറ്റിന് പല ടെക്നിക്സ് പഠിക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആസ് എ ചൈൽഡ് ഓഫ് ഗോഡ് നമ്മൾ പഠിക്കേണ്ടത് ഇതാണത്. ലേൺ ടു സ്ട്രെങ്തൻ യുവർ സെൽഫ് ഇൻ ദ ലോർഡ്. ദൈവത്തിൽ ശക്തിപ്പെടാൻ പഠിക്കണം. ദൈവസന്നിധിയിലേക്ക് ദാവീദ് ചെന്നു. ഹല്ലേലൂയ. ദാവീദിനറിയാം ശരിയായ സ്ട്രെങ്ത്തിൻ്റെ നമുക്ക് സഹായം കിട്ടുന്ന ആ സോഴ്സ് എവിടെയാണെന്നറിയാം. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു വാക്യമാണ് സങ്കീർത്തനം 121. ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങളോ സങ്കടങ്ങളോ ഒക്കെ വന്ന് താണു പോകുമെന്ന് ചിന്തിക്കുന്ന ആ സമയത്ത് എൻ്റെ മനസ്സിലോട്ട് ഓടിയെത്തുന്ന ഒരു വാക്യമാണ്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരുന്നു.
അതിനാണ് സ്ട്രെങ്തനിങ് ഇൻ ദ ലോർഡ് എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുള്ള വചനങ്ങൾ അത് നമ്മളെ ബലപ്പെടുത്തുന്നത്. ദൈവസന്നിധിയിൽ പോയിരിക്കുമ്പോഴത്തേക്ക് കിട്ടുന്ന ആ ബലം. ദാവീദ് പോയി 600 പേരും തനിക്കെതിരായിട്ട് കല്ലെറിയാനായിട്ട് പ്ലാൻ ചെയ്ത് നിൽക്കുന്ന സമയത്ത് ദാവീദ് ദൈവസന്നിധിയിലോട്ട് പോയി അവിടെ ഒന്ന് മുട്ടുമടക്കി. ഹല്ലേലൂയ. ദാവീദിനറിയാം. അതുകൊണ്ടാണ് ദാവീദ് പാടിയത് സങ്കീർത്തനം 27, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും. യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും. എൻ്റെ വൈരികളും എൻ്റെ ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. ഹല്ലേലൂയ. ഇതിനെയാണ് സ്ട്രെങ്തനിങ് ഇൻ ദ ലോർഡ് എന്ന് പറയുന്നത്. എനിക്ക് സഹായം തരുന്ന, സകലത്തെ നിർമ്മിച്ച, സകലത്തിൻ്റെ സൃഷ്ടിതാവായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ, സർവശക്തനായ ഒരു ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള അറിയുമ്പോൾ ഏത് ക്രൈസിസിനെയും കടമ്പകടക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. ഹല്ലേലൂയ. ഒരു പോയിന്റും കൂടെ ഞാൻ ഈ ഭാഗത്തുനിന്ന് ഓർപ്പിക്കട്ടെ. ഡേവിഡ് സ്ട്രെങ്തൻ ഹിംസെൽഫ് ഇൻ ദ ലോർഡ് ഹിംസെൽഫ്. നമ്മൾ മനസ്സിലാക്കുക, ദാവീദിന്റെ കൂടെ അപ്പം 600 പേരാണ് ഉള്ളത്. പക്ഷെ ഈ 600 പേരും ദാവീദിന് ഇപ്പം എതിരാണ്. ആരുമില്ല ഒന്ന് എൻകറേജ് ചെയ്യാൻ. പ്രിയമുള്ളവരെ, മറ്റുള്ളവരെ നമ്മളെ എൻകറേജ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല, അത് വളരെ നല്ലതാണ്. ചിലവർ നമ്മളൊരു പ്രശ്നത്തിലിരിക്കുമ്പോൾ ദൈവവചനം പറഞ്ഞു തരികയും നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷേ ചില സന്ദർഭങ്ങളുണ്ടല്ലോ, ചിലപ്പോൾ ദാവീദിൻ്റെ പോലെ ആയിപ്പോകും. ഒരാളും എൻകറേജ് ചെയ്യാനില്ല. ഈ സമയത്ത് എന്ത് ചെയ്യണം? ദാവീദ് ചെയ്ത പോലെ ചെയ്യണം. ഡേവിഡ് എൻകറേജ് ഹിംസെൽഫ് ഇൻ ദ ലോർഡ്. തന്നെത്താനെ ആരും ആശ്വസിപ്പിക്കാനില്ല, പക്ഷെ തൻ്റെ ഉള്ളിലുള്ള ദൈവത്തോടുള്ള സ്നേഹം വരികളായിട്ട് ഉയർന്നിട്ടുണ്ടാകും. ഹല്ലേലൂയ. അങ്ങനെ ദൈവസന്നിധിയിൽ ഇരുന്ന് ശക്തി പ്രാപിക്കാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇന്ന് എന്നെ കേട്ടോണ്ടിരിക്കുന്ന ആരെങ്കിലും ഒരുപക്ഷെ ഒരു ക്രൈസിസ് ആയിരിക്കണമെന്നില്ല, പക്ഷെ ഇപ്പം ഞാൻ ഫേസ് ചെയ്യുന്ന ഈ പ്രശ്നത്തിൽ നിന്ന് എൻ്റെ കർത്താവെ ഞാൻ എങ്ങനെ പുറത്തു വരുമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പ്രോമിസ് ഇതാണ്: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഇതിലും വലിയൊരു പ്രോമിസ് നമുക്ക് എന്താ വേണ്ടത്? ദൈവത്തിൽ ശക്തിപ്പെടുവാൻ പഠിക്കുക. ഏത് ക്രൈസിസ് ആണെങ്കിലും നമ്മുടെ മുമ്പിലുള്ളത് മുഴുവൻ ചുട്ടരിച്ചു പോയി, ഒന്നുമില്ല, ബന്ധങ്ങൾ അവിടെ ഇല്ല, സ്വത്ത് അവിടെ ഇല്ല, എല്ലാം ചുട്ടരിച്ചു പോയെങ്കിലും there is hope. കാരണം നമ്മുടെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിങ്കൽ നിന്നാ വരുന്നത്. ഹല്ലേലൂയ. 1 ശമൂവേൽ 30:6-7 വാക്യങ്ങൾ. അടുത്ത പോയിന്റിലോട്ട് നമുക്ക് വരാം. അടുത്തത് ദാവീദ് എന്താ ചെയ്തത്? ദാവീദ് തന്നെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്തു, ദൈവത്തിലൊന്ന് സ്ട്രെങ്തൻ ചെയ്തു. പ്രിയമുള്ളവരെ, ഈ സ്ട്രെങ്ത് എന്ന് പറയുന്നുണ്ടല്ലോ, അതൊരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. പൗലോസ് പറയുന്ന പോലെ സകല ബുദ്ധിയെയും കവിയുന്ന ഒരു ദൈവ സമാധാനവും ദൈവശക്തിയും ഒക്കെ ആയത്. നമ്മുടെ ക്രൈസിസിന്റെ മുമ്പിൽ നമ്മൾ ബലപ്പെട്ട് കഴിഞ്ഞു അല്ലേ? ദാവീദ് അത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റു. ദാവീദ് എന്താ ചെയ്തതെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. 30-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ ദാവീദ് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, ദാവീദ് അഹീമലേക്കിന്റെ മകനായ അബ്യാഥാർ പുരോഹിതനോട് ഏഫോദ് ഇവിടെ കൊണ്ടുവാ എന്ന് പറഞ്ഞു. അബ്യാഥാർ ഏഫോദ് ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ ദാവീദ് യഹോവയോട്, ഞാൻ ഇപ്പരിശയെ പിന്തുടരണമോ അവരെ എത്തിപ്പിടിക്കുമോ എന്ന് ചോദിച്ചു. പിന്തുടരുക, നീ അവനെ നിശ്ചയമായി എത്തിപ്പിടിക്കും, സകലവും വീണ്ടുകൊള്ളും എന്ന് അരുളപ്പാടുണ്ടായി. ദാവീദ് അടുത്തത് ചെയ്ത എന്താണെന്നറിയാമോ? ഡേവിഡ് സോട്ട് ഗൈഡൻസ് ഫ്രം ദ ലോർഡ്. ദൈവത്തിൽ നിന്നുള്ള ആലോചന. ദൈവമേ, നിന്റെ ഹിതം എന്താണ്? ഈ ക്രൈസിസിൽ ഞാൻ എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത്? എനിക്ക് മുമ്പോട്ട് പോകാൻ ഒരു വഴിയില്ല. ഇവരെങ്ങോട്ടാണ് എൻ്റെ ഭാര്യമാരെയും ഈ ആളുകളുടെ കുടുംബങ്ങളെ പിടിച്ചോണ്ട് പോയിരിക്കുന്നത് എനിക്ക് അറിയത്തില്ല. ഞാൻ ഇനിയും ഫെലിസ്ത്യ രാജാവിനോട് എന്ത് മറുപടി പറയും? എൻ്റെ മുമ്പിൽ ഒരു വഴിയുമില്ല എന്ന് അടഞ്ഞിരിക്കുമ്പോഴത്തേക്ക് ദാവീദ് പറയാണ്, ലോർഡ് വാട്ട് ഷുഡ് ഐ ഡു? ഞാൻ മുമ്പോട്ട് പോകണമോ? ഈ 600 പേരുമായിട്ട് മുമ്പോട്ട് പോകണോ? ഇതാ ദാവീദ് ചോദിച്ചത്. ദാവീദ് അതിനെന്താ ചെയ്തതെന്നറിയാമോ? മഹാപുരോഹിതന്റെ ഏഫോദ് അത് കൊടുത്തു വിട്ടു ദാവീദ് ചോദിച്ച പ്രകാരം. ഓക്കെ, ഏഫോദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഉറിമും തുമ്മിമും ഉണ്ട്. അത് നോക്കി അന്നത്തെ പഴയ നിയമകാലത്ത് പുരോഹിതന്മാര് ദൈവത്തിന്റെ ഗൈഡൻസ് യെസ് ഓർ നോ പറയുമായിരുന്നു. അത് നോക്കിയിട്ട് അബ്യാഥാർ പറഞ്ഞു, നീ യുദ്ധത്തിന് മുമ്പോട്ട് പൊയ്ക്കൊള്ളുവാൻ. പ്രിയമുള്ളവരെ, നമ്മൾ ജീവിതത്തിൽ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ റോങ് ചോയ്സസിലോട്ട് വരുന്ന എന്താണെന്നറിയാമോ? നമ്മുടെ എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ, നമ്മുടെ ഇമോഷൻസ് അനുസരിച്ചുള്ള തീരുമാനങ്ങൾ. എന്നാൽ ഒരു നിമിഷം ദൈവസന്നിധിയിൽ നിന്ന് ശക്തി പ്രാപിച്ചിട്ട് ദൈവത്തോടൊന്ന് ആലോചന ചോദിച്ച് മുമ്പോട്ട് പോകുമ്പം ദൈവം നമ്മളോട് സംസാരിക്കും അല്ലേ? പരിശുദ്ധാത്മാവ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുന്നുള്ള ദൈവത്തിൻ്റെ പ്രോമിസാണ് അല്ലേ? നമ്മുടെ കാര്യസ്ഥനായിട്ട് നമ്മുടെ കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞു
പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കർത്താവായ യേശു ക്രിസ്തു നമുക്കിതിനൊരു നല്ല മാതൃകയാണ് കാണിച്ചു തന്നേക്കുന്നത്. തൻ്റെ പബ്ലിക് മിനിസ്ട്രിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് യേശു കർത്താവ് 40 ദിവസം അല്ലേ ഉപവസിച്ച് ദൈവസന്നിധിയിലിരുന്നു അല്ലേ. ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ദൈവസന്നിധിയിൽ സമയം ചെലവഴിച്ചു, പ്രാർത്ഥിക്കുവാനായിട്ട് സമയം എടുത്തു. തൻ്റെ ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും അല്ലേ ഗത്സമനയ്ക്ക് മുമ്പ് എല്ലാം പ്രാർത്ഥിക്കുവാൻ. സോ യേശു കർത്താവ് ഓരോ ദിവസവും അതിരാവിലെ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ സമയം ചെലവഴിച്ച് നമുക്കറിയാം അല്ലേ. അതൊരു മാതൃകയാണ് നമുക്ക്. ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് ദൈവാലോചന ചോദിച്ചുകൊണ്ടാണോ നമ്മൾ മുമ്പോട്ട് പോകുന്നത് അല്ലേ. ഓക്കെ, നമ്മൾ അതും നമ്മളുടെ ജീവിതത്തിൽ എടുക്കേണ്ട ഒരു ഡിസിഷനാണ്. ഞാൻ ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് മുമ്പോട്ട് പോകും. അത് ദൈവവചനത്തിലൂടെ ആയിരിക്കാം, ദൈവത്തിൻ്റെ ജനങ്ങളിൽ കൂടെ ആയിരിക്കാം, നിങ്ങളോട് തന്നെ പരിശുദ്ധാത്മാവ് ഇടപെടുന്ന രീതികളിൽ കൂടെ ആയിരിക്കാം. ഇനി അടുത്തത് ദാവീദ് എന്താ ചെയ്തെന്ന് നോക്കാം. 30-ാം അധ്യായം 9-10 വാക്യങ്ങൾ. അങ്ങനെ ദാവീദും കൂടെയുള്ള 600 പേരും പുറപ്പെട്ടു. ഇവരെങ്ങനെ ദാവീദിൻ്റെ കൂടെ പോകാൻ സമ്മതിച്ചു? ഞാൻ വിചാരിക്കുകയാണ് ദാവീദിൻ്റെ ആ ദൈവം കൊടുത്ത ആ കൃപയ്ക്കനുസരിച്ച്. നോക്കിക്കേ, കല്ലെറിഞ്ഞ് കൊല്ലാൻ നിന്നവരാണ്. ഒരുപക്ഷെ ദാവീദ് പ്രാർത്ഥിച്ച സമയത്ത് ഇവർ തിരിഞ്ഞതായിരിക്കാം, നമുക്ക് ആ ഫുൾ ഡീറ്റെയിൽസ് അവൈലബിൾ അല്ല. പക്ഷേ ഈ 600 പേരും പറഞ്ഞു ഞങ്ങൾ കൂടെ വരാമെന്ന് പറയുകയാണ്. എന്നിട്ട് അവരെന്താ ചെയ്തത്? ബെസോർ തോട്ടിങ്കൽ എത്തി. ഇനി ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ഇവർ മുമ്പോട്ട് പോവുകയാണ്. എങ്ങോട്ടാ പോകുന്നതെന്ന് ആക്ച്വലി ഇവർക്കറിയത്തില്ല. ദാവീദിനും ഈ 600 പേർക്കും അമാലേക്യര് എങ്ങോട്ടാ ഇവരെ പിടിച്ചോണ്ട് പോയെന്ന് അറിയത്തില്ല കേട്ടോ. ഇവരൊരു ബെസോർ തോട്ടിങ്കിലെത്തി. ശേഷമുള്ളവർ അവിടെ താമസിച്ചു. ബെസോർ തോട് കടപ്പാൻ കഴിയാതെ വണ്ണം ക്ഷീണിച്ചിട്ട് 200 പേർ പുറകിൽ താമസിച്ചത് കൊണ്ട് ദാവീദും 400 പേരും പിന്തുടർന്നു ചെന്നു. നോക്കുക, ദാവീദും ഈ 600 പേരും കൂടിയാണ് യുദ്ധത്തിനായിട്ട് പോകാൻ പോണം അമാലേക്യർക്കെതിരായിട്ട്. പക്ഷെ ഇത് തോടെത്തി, ബെസോർ തോട്. അവിടെ എത്തിയപ്പോഴത്തേക്ക് 200 പേര് പറഞ്ഞു ഞങ്ങൾക്ക് ക്ഷീണമാണ്. കാരണം ഇവർ മാനസികമായിട്ട് ഒത്തിരി തളർന്നിരിക്കുക. അവരുടെ കുടുംബം മുഴുവൻ നഷ്ടപ്പെട്ടു. മക്കളും ഭാര്യമാർക്കും നഷ്ടപ്പെട്ട ഒരു കുടുംബനാഥൻ്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച്. 200 പേർക്ക് അവർക്ക് ശേഷിയില്ല. അവർ ഒത്തിരി കരഞ്ഞിരിക്കുക. അവർ പറയാം ഞങ്ങൾക്കിതൊന്നും പറ്റുന്നില്ല ദാവീദ് എന്ന് പറഞ്ഞപ്പം ദാവീദ് പറഞ്ഞു ഓക്കെ. 400 പേര് പറഞ്ഞു ഞങ്ങൾ ദാവീദിൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു. നമ്മൾ അടുത്ത പോയിന്റ് ഇതാ ദാവീദ് എന്ന് പറയുന്നത്. ഡേവിഡ് മെയ്ഡ് ഒരു ഫാക്റ്റാണ്. ചിലര് നല്ല മനസ്സിന് കട്ടിയുള്ളവരായിരിക്കും. അവർക്ക് പ്രശ്നങ്ങളെ നേരിടാൻ നല്ല ശക്തി ഉണ്ടാകാം, പെട്ടെന്ന് വാടിപ്പോകത്തില്ല. അതുകൊണ്ട് തന്നെയാണ് വേദപുസ്തകത്തിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഉൾക്കരുത്തില്ലാത്തവരെ എന്ത് ചെയ്യണം? താങ്ങുവെന്ന്. മനസ്സെല്ലാവർക്കും ഒരുപോലെ ബലമില്ല. അല്ല, ഞാൻ ചിന്തിക്കുന്നത് പോലെ എല്ലാവരും ചിന്തിക്കണം, അല്ല, നടക്കുന്ന കാര്യമല്ല. ഓരോരുത്തരും ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റിയാണ്. അപ്പം ബലമില്ലാത്തവർക്കൊരു കൈത്താങ്ങാകാൻ കൂടെ ദാവീദ് നമ്മളിവിടെ ഓർപ്പിക്കുകയാണ്. ഓക്കെ, 400 പേരുമായിട്ട് ദാവീദ് മുമ്പോട്ട് പോവുകയാണ്. അടുത്തത് ദാവീദ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ടാക്കിയാൽ മാത്രം പോരാ. David managed his resources effectively. ഓക്കെ, ഡേവിഡ് മാനേജ് ഹിസ് റിസോഴ്സസ് എഫക്റ്റീവ്ലി. തൻ്റെ കയ്യിൽ എന്തുണ്ടോ അത് നന്നായിട്ട് ഉപയോഗിച്ചു. ഈ ക്രൈസിസിൻ്റെ സമയത്ത് നമുക്ക് പലപ്പോഴും തോന്നുന്ന കാര്യം, പ്രശ്നങ്ങൾ വരുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കുന്ന എന്തായിരിക്കുന്നത്? ഇത് ചെയ്യണ്ടായിരുന്നു അല്ലേ. പലരും പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് വേറെ പലതിനെയും പഴിക്കും. ഞാൻ ആ ജോലിക്ക് പോകണ്ടായിരുന്നു, ഈ ജോലിക്ക് പോയത് കൊണ്ടാണ്, ഇന്നയാളെ കല്യാണം കഴിച്ചത് കൊണ്ടാണ് ഈ പ്രശ്നം, ഞാൻ ആ സ്കൂളിൽ പഠിക്കാൻ പറ്റാതെ ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടാണ് എൻ്റെ പ്രശ്നം മുഴുവൻ അല്ലേ. പലപ്പോഴും നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത് അല്ലേ. എൻ്റെ അപ്പനും അമ്മയും ഈ കുടുംബം ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയെന്ന് അല്ലേ. പക്ഷേ ദാവീദ് അങ്ങനെയല്ല ചെയ്യുന്നത്. തൻ്റെ കൂടെ പോരാഞ്ഞ 200 പേരെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുകയല്ല ദാവീദ് ചെയ്തത്. ഞാൻ ഒന്നും കൂടെ പറയാവേ. ദാവീദിൻ്റെ കൂടെ 600 പേര് ഉണ്ടായിരുന്നു, 200 പേര് വിട്ടുപോയെന്ന് പറഞ്ഞാൽ ആ തോടിൻ്റെ ക്രോസ് ചെയ്യാൻ റെഡിയായില്ല. അവരെ ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ ദാവീദ് ചെയ്തത്? അല്ല, തൻ്റെ കയ്യിലുള്ള 400 പേരെയും കൊണ്ട് മുമ്പോട്ട് പോവുകയാണ് ചെയ്തത്. ഇത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ വരുമ്പം ഞാൻ നേരത്തെ എടുത്തുപോയ തീരുമാനം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിരിക്കുന്നതെന്നോർത്ത് സങ്കടപ്പെട്ട് നിരാശയുടെ കുഴിയിലോട്ട് വീണ്ടും വീണ്ടും പോകാതെ, നമുക്ക് കഴിഞ്ഞ കാലത്ത് നടന്നുപോയ കാര്യങ്ങളെക്കുറിച്ച് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അതൊരു ഫാക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നമുക്ക് തിരുത്താൻ പറ്റത്തില്ല. പാസ്റ്റ് ഈസ് പാസ്റ്റ്.
പക്ഷേ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് നമ്മൾ എടുക്കുന്ന ചില ഡിസിഷൻസ് കൊണ്ട് നമുക്ക് നമ്മുടെ ഫ്യൂച്ചറിനെ ഡിസൈഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? പാസ്റ്റായി പോയി, ഇനി അത് ഓർത്ത് റിഗ്രറ്റ് ചെയ്തിരുന്നിട്ട് എന്താ കാര്യം? പക്ഷെ ഒരു ദൈവമക്കൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സമാധാനമുണ്ട്. നമുക്ക് തെറ്റുകൾ പറ്റിപ്പോയെങ്കിൽ കർത്താവിനോട് പറയാം, കർത്താവേ ഞാൻ തെറ്റ് പറ്റിപ്പോയി, പക്ഷെ എനിക്കിനി മുമ്പോട്ട് പോകണം, അല്ലെ അവൻ നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു തരുമെന്നുള്ള ദൈവത്തിൻ്റെ പ്രോമിസ് ഉണ്ട്. പക്ഷെ ഒരു മുമ്പിലൊരു ഫ്യൂച്ചറുണ്ട്. ടേക്ക് ഗുഡ് ഡിസിഷൻസ് നൗ. ദാവീദ് ചെയ്തതുപോലെ വരാൻ പറ്റാഞ്ഞ 200 പേരെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാതെ കൂടെയുള്ള 400 പേരുമായിട്ട് മുമ്പോട്ട് പോ. ദൈവം വഴിയൊരുക്കും. ആമേൻ, ഹല്ലേലൂയ. ഇനി അടുത്തത് നമ്മൾക്ക് ഭയങ്കര ഒരു ചിന്തിപ്പിക്കുന്ന കാര്യം എന്താണെന്നറിയാവോ? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, അമാലേക്കരുമായിട്ട് യുദ്ധത്തിന് പോവാ ഡേവിഡും. ഇപ്പം 400 പേരും 400 പേരുള്ളൂ, 200 പേര് വന്നില്ല, തോട് കടക്കാൻ വയ്യാത്തോണ്ട് അവരവിടെ ഇരിക്കുകയാണ്. ഈ 400 പേരും ദാവീദും കൂടെ മുമ്പോട്ട് പോവാ. ഇവർ ആക്ച്വലി എങ്ങോട്ടാ പോകുന്നതെന്ന് ഇവർക്ക് അറിയില്ല. എവിടെയോട്ടാണ് ഇവരുടെ ഭാര്യമാരെയും മക്കളെയും പിടിച്ചോണ്ട് പോയെന്ന് ഇവർക്ക് അറിയത്തില്ല. ഇവരുടെ സ്വത്ത് എങ്ങോട്ടാ കൊണ്ടുപോയെന്ന് ഇവർക്ക് അറിയത്തില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ദൈവത്തിൽ ശക്തിപ്പെട്ട് നമ്മൾ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് മുമ്പോട്ട് പോകുമ്പം വെളിപ്പെടുന്ന ഒരു ദൈവത്തിൻ്റെ കരമുണ്ട്. അതിൽ ദൈവത്തിൻ്റെ കരുതലിൻ്റെ കരം, അല്ലേ? ദാവീദിനെ സംബന്ധിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നമുക്കൊന്ന് വായിച്ചു തന്നെ കേൾക്കാം. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചിലത് പ്രതീക്ഷിക്കും. ഇവിടുന്ന് സഹായം വരുമായിരിക്കും, ഇത് ശരിയാവുമായിരിക്കും, അത് ശരിയാവുമായിരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ വഴികൾ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. എന്താ പറയുന്നത്? മരുഭൂമിയിൽ മഞ്ഞ പൊഴിക്കുക, അല്ലേ? പകലിൽ മേഘസ്തംഭമാകുക, രാത്രിയിൽ അഗ്നി തൂണാവുക, അല്ലേ? ചെങ്കടലിൻ്റെ മുമ്പിൽ വരുമ്പോൾ അതിൽ കൂടെ ഒരു പാത ഒരുക്കുക. നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാം, നമുക്കിന്നത് അറിയാവുന്നതുകൊണ്ടാണ്. പക്ഷേ മിസ്രൈമിൽ നിന്ന് ഇറങ്ങിയ ഇസ്രായേൽ ജനത്തിന് അറിയില്ലായിരുന്നു ഇതൊക്കെ ഇങ്ങനെ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന്. നമ്മൾ ദൈവത്തെ ട്രസ്റ്റ് ചെയ്ത് നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുമ്പം നമുക്ക് ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുന്ന കാണാൻ സാധിക്കും. 30-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 15 വരെ. ഇവർക്ക് എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയത്തില്ല, എവിടെ പോയി ആക്രമിക്കേണ്ടതെന്ന് അറിയത്തില്ല. നമുക്കൊന്ന് വായിച്ചു കേൾക്കാം 11 മുതൽ 15 വരെ. അവർ വയലിൽ വെച്ച്, ഇവിടെ ഡിസ്പ്ലേ ഉണ്ട്, കൂടെ വായിക്കാം. ഒരു മിസ്രൈമിനെ കണ്ടു, ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അപ്പം കൊടുത്തു, അവൻ തിന്നു. അവന് കുടിപ്പാൻ വെള്ളവും കൊടുത്തു. അവർ അവന് ഒരു കഷ്ണം അത്തിയടയും 2 ഉണക്കമുന്തിരി കുലയും കൊടുത്തു. അത് തിന്നപ്പോൾ അവന് ഉയിർ വീണു. 3 രാവും 3 പകലും അവൻ ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു. ദാവീദ് അവനോട്, നീ ആരുടെ ആൾ, എവിടുത്തുകാരൻ എന്ന് ചോദിച്ചതിന് അവൻ, ഞാൻ ഒരു മിസ്രൈമ്യ ബാല്യക്കാരൻ, ഒരു അമാലേക്കിന്റെ 3 ദിവസം മുമ്പേ എനിക്ക് ദീനം പിടിച്ചതുകൊണ്ട് എൻ്റെ യജമാനൻ എന്നെ ഉപേക്ഷിച്ചു കളഞ്ഞു. ഞങ്ങൾ ക്രേത്യരുടെ തെക്കൻ നാടും യഹൂദ്യദേശവും തെക്കേ ദിക്കും ആക്രമിച്ചു. സിക്ലാഗ് ഞങ്ങൾ തീ വെച്ച് ചുട്ടുകളഞ്ഞു. ദാവീദ് അവനോട്, അപ്പരിശയുടെ അടുക്കലേക്ക് നീ വഴി കാണിച്ചു തരുമോ എന്ന് ചോദിച്ചതിന് അവൻ, നീ എന്നെ കൊല്ലുകയോ എൻ്റെ യജമാനൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവനാമത്തിൽ എന്നോട് സത്യം ചെയ്താൽ അപ്പരിശയുടെ അടുക്കലേക്ക് വഴി കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഇതിനെയാണ് ദൈവത്തിൻ്റെ പ്രൊവിഷൻ എന്ന് പറയുന്നത്. ദാവീദും 400 പേരും, ഞാൻ പറഞ്ഞു ഇവർക്ക് എങ്ങോട്ടാ പോകേണ്ടതെന്നറിയില്ല, ആരോടാ ചോദിക്കേണ്ടതെന്നറിയത്തില്ല, എവിടെയാണ് ഞങ്ങളുടെ ഭാര്യമാരും മക്കളെന്ന് ചോദിക്കേണ്ടതെന്ന് അറിയത്തില്ല. പക്ഷെ ഇവർ പോകുമ്പം വഴിയിൽ ഒരു മനുഷ്യൻ കിടക്കുന്നു, മരിക്കാറായി കിടക്കുന്ന ഒരു മനുഷ്യൻ. 3 ദിവസമായിട്ട് വെള്ളം കുടിച്ചിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല, വയ്യാതെ കിടക്കുന്ന ഒരു മനുഷ്യൻ. ഒരു ഭൃത്യൻ അതിനെ കണ്ടിട്ട് കുറച്ച് വെള്ളം, ഇവിടെ നമ്മൾ കണ്ടല്ലേ, ഒരു അത്തി അടയും ഇച്ചിരി ഉണക്കമുന്തിരിയൊക്കെ കൊടുത്തു, ഇച്ചിരി വെള്ളവും കൊടുത്തു. പക്ഷേ അവര് അങ്ങനെ ഒന്നും വിചാരിച്ചുകൊണ്ടായിരിക്കില്ല ചെയ്തത്. ഈ മനുഷ്യനെ ദാവീദിന്റെ അടുക്ക കൊണ്ടുവരുമ്പം ദാവീദ് ചോദിക്കും, നീ ആരാന്ന് ചോദിക്കുമ്പം ഇവരൊട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ആൻസർ. അതായത് സിക്ലാഗ് കത്തിക്കുവാൻ വേണ്ടി, ദാവീദിന്റെ ആ പട്ടണമില്ലേ അത് കത്തിക്കുവാൻ വേണ്ടിയിട്ട് അമാലേക്യരുടെ കൂടെ വന്ന ഒരു പടയാളിയുടെ ഭൃത്യനായിരുന്നു ഇയാൾ. ഇവർ തിരിച്ചു പോകുന്ന വഴി, കത്തിച്ചു കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിക്ക് ഇയാൾക്ക് സുഖമില്ലാതെ വന്നു, ഇയാൾ മരിക്കാറായ ഒരു അവസ്ഥയിലായി. അപ്പം ഇയാളെ അവിടെ ഉപേക്ഷിച്ചിട്ട് ആ ഗ്രൂപ്പ് മുമ്പോട്ട് പോയി കളഞ്ഞു. ഇവർ വിചാരിച്ചു ഇതിനെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന്. ചിലപ്പോൾ ഉണ്ടല്ലോ, ലോകം പറയും ഒരു പ്രയോജനം ഇല്ലാത്ത സാധനമാണ്. പക്ഷെ ദൈവത്തിന് എങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ പറ്റും, അല്ലേ? ആരെങ്കിലും വിചാരിച്ചോ ഈ മനുഷ്യനൊരു പ്രയോജനമാണെന്ന്? ദാവീദ് ചോദിച്ചു, ഇവരെങ്ങോട്ടാ പോയതെന്ന് അറിയാവോന്ന്. ഇവൻ അറിയായിരുന്നു എങ്ങോട്ടാ
എങ്ങോട്ടാ പോയതെന്ന്. അവൻ പറഞ്ഞു, നീ എന്നെ കൊല്ലാതിരിക്കുകയാണെങ്കിൽ, എൻ്റെ യജമാനൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാതിരുന്നാൽ ഞാൻ വഴി കാണിച്ചു തരാമെന്ന്. ഇതാണ് പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ പ്രൊവിഷൻ അല്ലേ? ദൈവത്തിൽ സ്ട്രെങ്തൻ ചെയ്ത് ദൈവം വഴി തുറന്ന് തരുമോ? ചിലർ ചോദിക്കാറില്ല, സ്വർഗത്തിൽ നിന്ന് കെട്ടിയിറക്കി തരുമോ എന്ന്. അതെ, ചില സമയത്ത് ദൈവം അങ്ങനെ തന്നെ പ്രവർത്തിക്കും അല്ലേ? അത്ഭുതം പ്രവർത്തിക്കുന്ന, ഇന്നും ജീവിക്കുന്ന ഒരു ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് അറിയാം വഴികൾ എവിടെ തുറക്കണമെന്ന് അല്ലേ? ഇവരൊട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഈ മനുഷ്യനിലൂടെ അവരെവിടെയാണെന്ന് കാണിച്ചു കൊടുത്തു. അടുത്ത ഒരു പോയിന്റ്, ഡേവിഡ് എക്സ്പീരിയൻസ് പ്രൊവിഷൻ ഓഫ് ഗോഡ് ഇൻ ഹിസ് ക്രൈസിസ്. അത് നമ്മൾ കണ്ടതാണ്. അടുത്തത്, ഡേവിഡ് എക്സിക്യൂട്ടഡ് ദ പ്ലാൻ ഓഫ് റിക്കവറി. ഈ മനുഷ്യൻ കാണിച്ചു കൊടുത്ത ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ കാണുന്നത് എന്താണെന്നറിയാമോ? ഈ അമാലേക്കർ അവരെ ആഘോഷിക്കുവാണ്. ഇവരുടെ സ്ത്രീകളെ കുഞ്ഞുങ്ങളെ പിടിച്ചെടുത്ത സകലരെയും കൊണ്ട് ഡേവിഡും കൂട്ടരും, നമ്മൾ ആ പോർഷൻ നിങ്ങൾ വായിച്ചു നോക്കുക, വലിയ യുദ്ധമുണ്ടായി, ഇവരെ ആക്രമിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ അത്ഭുതകരമായൊരു പ്രവൃത്തി നമുക്കവിടെ കാണാൻ സാധിക്കും. ദാവീദ് ആ അമാലേക്കരെ എല്ലാം കീഴ്പ്പെടുത്തി. അനേകർ അവിടെ മരിച്ചു വീഴാനിടെ, പക്ഷേ ഇവരുടെ ഭാര്യമാരെയും മക്കളെയും രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. 30:19 ഇങ്ങനെയാണ് വായിക്കുന്നത്, അവർ അപഹരിച്ചു കൊണ്ടുപോയതിൽ ചെറുതോ വലുതോ പുത്രന്മാരോ പുത്രിമാരോ കൊള്ളയോ യാതൊന്നും കിട്ടാതിരുന്നില്ല. ദാവീദ് എല്ലാം മടക്കിക്കൊണ്ടുവന്നു. ഞാൻ പറയട്ടെ, നമ്മളിത് വായിച്ചു തുടങ്ങിയപ്പം എല്ലാം നഷ്ടപ്പെട്ടവനായിരുന്നു ദാവീദ് അല്ലേ? എല്ലാം നഷ്ടപ്പെട്ടു. ജീവിതത്തിൽ ഒരു വ്യക്തി എങ്ങനെയൊക്കെ പരാജയപ്പെടാമോ, രാഷ്ട്രീയമായിട്ട്, സാമ്പത്തികമായിട്ട്, സൊസൈറ്റിയുടെ മുമ്പിൽ, കുടുംബത്തിൽ, ലീഡർഷിപ്പിൽ എല്ലാം പരാജയപ്പെട്ട വ്യക്തിയായിരുന്നു. പക്ഷെ when he strengthened himself in the Lord അല്ലെ, ക്രൈസിസ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പഠിച്ചപ്പം ദാവീദ് എല്ലാം മടക്കിക്കൊണ്ടുവന്നു. അത് ദൈവത്തിൻ്റെ ഒരു പ്രോമിസാ. എല്ലാം നഷ്ടപ്പെട്ടതാണോ, പക്ഷെ ദൈവം എല്ലാം മടക്കി കൊണ്ടുവരുമാറാക്കും. ആര് ദൈവത്തിൽ ആശ്രയിക്കുന്നത്, അത് നമ്മൾക്ക് ഏറ്റവും വിശ്വാസം തരുന്ന ഒരു കാര്യം. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ ആരെ വിശ്വസിച്ചിരിക്കുന്നു അതാണ് ഏറ്റവും പ്രധാനം. ആ വ്യക്തി ആരാണെന്നുള്ളതാണ് അല്ലേ? നമ്മൾ ആശ്രയിക്കുന്നത് ആരാണെന്നുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലേ? ദാവീദ് എല്ലാം മടക്കിക്കൊണ്ടുവന്നു അല്ലേ? ദാവീദ് ഒരു വിജയ ആയിട്ട് തിരിച്ചു വരികയാണ്. ഈ 600 പേരും ദാവീദിന്റെ സൈഡിലോട്ട് ചേരുകയാണ് അല്ലേ? അപ്പം ആ സമയത്ത് ഇനി ഒരു പോയിന്റും കൂടെ പറഞ്ഞ് നമ്മൾക്ക് ഇത് അവസാനിപ്പിക്കാം. എന്താണെന്നറിയാമോ, നമ്മൾ വിജയമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ചിലപ്പം ഒരു അരഗൻസ് വരാൻ സാധ്യതയുണ്ട്. അതും ദാവീദ് നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. നമ്മളുടെ ആ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, അഹങ്കരിക്കാതിരിക്കുവാനായിട്ട്. അത് നമ്മൾ പഠിക്കുന്ന എവിടെ നിന്നറിയാം? 30-ാം അധ്യായം 21-ാം വാക്യം നമ്മൾ വായിക്കാം. അതിനു മുമ്പ് ഞാൻ ആ ഭാഗം ചുരുക്കി പറഞ്ഞുതരാം. ഇവർ തിരിച്ചു വരികയാണ്, 400 പേര്. ഇവരുടെ എല്ലാം ഭാര്യമാര് കുഞ്ഞുങ്ങളുമായിട്ട് യുദ്ധമൊക്കെ ജയിച്ച് അവർ തിരിച്ചു കൊണ്ടുവരുമ്പം ഇവർ ആ തോടിൻ്റെ അടുക്കലെത്തി. അവിടെ ആരിരിപ്പുണ്ട്? യുദ്ധത്തിന് വരാതെ പോയ 200 പേരിരിപ്പുണ്ടായിരുന്നു. അവർ ക്ഷീണിച്ചത് കൊണ്ടാണ് അവർ യുദ്ധത്തിന് പോകാൻ പറ്റാഞ്ഞ്. അവരവിടെ വന്നപ്പോൾ ദാവീദിനെ സന്തോഷത്തോടെ എതിരേറ്റു ഓടി വന്നു സന്തോഷത്തോടെ. അപ്പം ദാവീദ് പറഞ്ഞു, യുദ്ധം നടക്കുമ്പോൾ അന്നത്തെ കാലത്ത് അവരെ കൊള്ളയെല്ലാം എടുത്തോണ്ടാണ് വരുന്നത്. അവിടുന്ന് യുദ്ധം ചെയ്ത് അവരുടെ സ്വത്തുമെല്ലാമായിട്ടാണ് വരുന്നത്. ദാവീദ് സന്തോഷത്തോടെ അവരോട് കുശലം പറഞ്ഞിട്ട് പറഞ്ഞു, ഇതെല്ലാവർക്കും വീതിച്ചു കൊടുക്കാൻ. അപ്പം ആ ബാക്കി 400 പേരുണ്ടല്ലോ യുദ്ധത്തിന് പോയവർ പറഞ്ഞു, അത് ശരിയാവില്ല, ഈ 200 പേര് യുദ്ധത്തിന് വന്നില്ലല്ലോ. പക്ഷെ ദാവീദ് അവരെ ഓർപ്പിച്ച ഒരു കാര്യമുണ്ട്, ഈ യുദ്ധം നമ്മൾ ജയിച്ചേക്കുന്നത് യഹോവയാലാണ്. ഇവർക്ക് വയ്യാഞ്ഞതുകൊണ്ടാണ് അവർ വരാഞ്ഞത്. നമ്മൾ കരുണ കാണിക്കണം, ജയത്തിൻ്റെ നടുവിലും താഴ്മയോടെ നിൽക്കണം എന്ന് പഠിക്കാം. 30-ാം അധ്യായം 21-ാം വാക്യം ഞാൻ വായിക്കാവേ. ദാവീദിനോട് കൂടെ പോകുവാൻ കഴിയാതെ വണ്ണം ക്ഷീണിച്ചിട്ട് ബെസോർ തോട്ടിങ്കൽ താമസിച്ചിരുന്ന 200 പേരുടെ അടുക്കൽ ദാവീദ് എത്തിയപ്പോൾ അവർ ദാവീദിനെയും കൂടെയുള്ള ജനത്തെയും എതിരേറ്റു ചെന്നു. ദാവീദ് ജനത്തിൻ്റെ സമീപത്ത് വന്ന് അവരോട് കുശലം പറഞ്ഞു. ഹല്ലേലൂയ. ദാവീദ് യുദ്ധത്തിൽ മാത്രമല്ല ജയിക്കുന്നത്, ആസ് എ പേഴ്സൺ, ആസ് എ കിങ് അല്ലേ? വിജയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ 200 പേരെ അങ്ങ് തള്ളിക്കളഞ്ഞ് അല്ലല്ല, മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും വലിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. നമ്മളെ ജയിപ്പിച്ചത് ദൈവമാണ്. ഞാൻ യോസെഫിനെ ഓർക്കുകയാണ്. യോസെഫിൻ്റെ സഹോദരന്മാർ അല്ലേ അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞു. പക്ഷേ അവസാനം ഫറവോൻ്റെ കൊട്ടാരത്തിൽ അവർ കാണാൻ വരുമ്പം യോസെഫ് പറയുന്നൊരു വാക്യമുണ്ട്, നിങ്ങൾ എനിക്ക് ദോഷമായത് വിചാരിച്ചു, പക്ഷെ ദൈവം ഇത് നന്മയ്ക്കായിട്ട് തീർത്തു എന്നല്ലേ? ക്ഷമിക്കുന്ന മനസ്സ്. ഇവിടെ ദാവീദ് വിജയിച്ചു വരുമ്പോഴും
തൻ്റെ കൂടെ നിൽക്കാൻ പറ്റാഞ്ഞവരെ ചേർത്ത് നിർത്തുന്ന മനസ്സ്. പ്രിയമുള്ളവരെ, ഒരു വലിയ ക്രൈസിസ് ദാവീദ് സിക്ലാഗിൽ എങ്ങനെ ഫേസ് ചെയ്തു എന്നാണ് നമ്മൾ ചിന്തിച്ചത് അല്ലേ? സകല രീതിയിലും അല്ലേ പ്രശ്നങ്ങൾ നേരിട്ടപ്പോഴും അദ്ദേഹം അതിനെ ഫേസ് ചെയ്ത് എങ്ങനെയാണ്? തളർന്നു പോകണമെങ്കിൽ തളർന്നു പോകാമായിരുന്നു, പക്ഷേ അതിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് അതായത് തെറ്റായിട്ട് പ്രതികരിച്ചവരെയും ചേർത്ത് നിർത്തി ദൈവത്തിൽ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട്, ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ ഗൈഡൻസ് ചോദിച്ചുകൊണ്ട് ദാവീദ് മുൻപോട്ട് പോയപ്പോൾ ദാവീദ് എല്ലാം നഷ്ടപ്പെട്ടവനായിരുന്നു, പക്ഷെ ദാവീദ് എല്ലാം മടക്കിക്കൊണ്ടുവന്നു എന്ന് നമ്മൾ കണ്ടു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ജീവിതത്തിലെ ക്രൈസിസുകളെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ.